അമേരിക്കൻ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറി യുഎസിലെ ഭക്ഷ്യവിതരണ ശൃംഖലയെ താറുമാറാക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സംഭവമാണ് യുഎസിലെ കാർഷിക മേഖലയിൽ വൻ ദുരന്തം സൃഷ്ടിച്ചേക്കാവുന്ന ജൈവ പകർച്ചാ രോഗാണുക്കളെ കടത്താൻ ശ്രമിച്ചതെന്ന് FBI ഡയറക്ടർ പറഞ്ഞു. ഫംഗസ് കടത്തലിനെ കുറിച്ച് FBIയും US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനും സംയുക്തമായിട്ടാണ് അന്വേഷിക്കുന്നത്. യുഎസിൽ ജോലി ചെയ്യുന്ന ചൈനീസ് ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും വിസ റദ്ദാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് ചൈന ബന്ധം വഷളാക്കി പുതിയ സംഭവം ഉണ്ടാകുന്നത്. മനുഷ്യരും മൃഗങ്ങളും ചെടികളും അടക്കമുള്ള ജീവജാലങ്ങൾക്ക് രോഗമോ ഹാനിയോ ഉണ്ടാക്കാൻ കഴിയുന്ന സൂക്ഷ്മ ജീവികളാണ് ബയോളജിക്കൽ പാതജനുകൾ. ഗോതമ്പ്, ബാർലി, ചോളം, അരി എന്നീ വിളകളെ ബാധിക്കുന്ന അപകടകാരിയായ ഫംഗസ് ആണ് ഫ്യൂസേറിയം ഗ്രാമിനിറ. ഫ്യൂസേറിയം ഹെഡ് ബ്ലൈറ്റ് അഥവാ സ്കാബ് എന്ന രോഗമാണ് ഈ ഫംഗസ് ഉണ്ടാക്കുന്നത്. വിളകളുടെ ഗുണനിലവാരത്തെയും വിളവിനെയും സാരമായി തകരാറിലാക്കും. ഈ ഫംഗസ് വിഷവസ്തുക്കളായ ഡിയോക്സിനിവാനോൾ, സെറാലൈനോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കും. ഇവ വിളകൾക്ക് ദോഷമാണ്. വിളകളെയും ഭക്ഷ്യവിതരണത്തെയും താറുമാറാക്കുന്നതുകൊണ്ട് തന്നെ കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഫ്യൂസേറിയം ഗ്രാമിനിറത്തെ കണക്കാക്കുന്നത്. കൃഷിക്ക് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കാനായി മനഃപൂർവ്വം രോഗകാരികളായ അണുക്കളെയും ഫംഗസുകളെയും സൃഷ്ടിച്ചുവിടുന്ന ഭീകര പ്രവർത്തനമാണ് നടത്തിയത്. വിളകൾ, കന്നുകാലികൾ, ഭക്ഷ്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യം വെക്കുന്ന ജൈവ ഭീകരതയാണിത്. പാതജനുകൾ പടർന്നാൽ ഭക്ഷ്യക്ഷാമത്തിന് പുറമെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും.